ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും കുട്ടിക്കാലരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കൂളെല്ലാം പൂട്ടിയില്ലേ, ഞാൻ 2 ദിവസം വിരുന്ന് പോയ കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മേമയുടെ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നീച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ മേമയുടെ വീട്ടിലത്തെ പട്ടിയുടെ പേര് ജൂലി എന്നാണ്. ജൂലി ഉണ്ടായിരുന്നു. അപ്പം ഞാനും കുറച്ച് നേരം ജൂലിയുടെ ഒപ്പം നിന്ന് കളിച്ചു. ആ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. ചെന്ന പാട് ഞാൻ അവളെ കണ്ടപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കമ്പനിയായി. അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ തിരഞ്ഞു പോവാട്ടോ. അപ്പോൾ ആരാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ നേരെ കാണുന്ന കടയുടെ അവിടെയാണ് സെൻറ്റർ, പനമ്പാട് സെൻറ്റർ. പിന്നെ ലെഫ്റ്റിൽ കാണുന്നത് പനമ്പാട് സ്കൂളാണ്. അപ്പോൾ ഇതെൻ്റെ മേമയുടെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു വീടാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ മേമേൻ്റെ വീട്ടിൽ നായനെ വാങ്ങണേക്കാട്ടും മുന്നേ നായനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ തിരഞ്ഞു വന്ന ആൾ. ഇവളുടെ പേര് ചിന്നു എന്നാണ്. ഇവൾക്ക് 6 മക്കളുണ്ടായിരുന്നു. 6 വണ്ടി അടിച്ച് ചത്തു. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് അവിടെ ഇരുന്നിട്ട് ഓളിയിരുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ജൂലി. അപ്പം ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. ജൂലി ജൂലി. ഞാൻ കുറേ വിളിച്ച്, ആൾക്കൊരു മൈൻഡും ഇല്ല. അപ്പം ഞാൻ അടുക്കളയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. ജൂലി ജൂലി ജൂലി. അപ്പം അതേ ഞാൻ റോട്ടുമേക്ക് നോക്കിയപ്പോൾ ചിന്നു അപ്പുറത്തെ വീട്ടിലേക്ക് പോകണ കണ്ടു കേട്ടോ. അപ്പം മേമ വന്നിട്ട് ജോലിക്കൊക്കെ ചോറ് കൊടുത്തു കേട്ടോ. നായനായിട്ടുള്ള കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പൂച്ചയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ പാപ്പും വിളിച്ചു. ഞങ്ങൾ പോയി നോക്കുമ്പോൾ അതാ ഒരാൾ സുഖിച്ച് കിടന്നുറങ്ങുന്നു. കട്ടിലിൻ്റെ അടിയിലാണ് കിടന്നുറങ്ങണേ. അപ്പം ആരും ശല്യം ഉണ്ടാവില്ലല്ലോ മൂപ്പർക്ക്. മേമ്മയുടെ വീട്ടിൽ മുകളിൽ കുറച്ച് കോഴികളുണ്ട് കേട്ടോ. ഉച്ചയായപ്പോൾ ചിന്നു ചോറിനാൻ വന്നു കേട്ടോ. ചിന്നു വന്നപ്പോൾ മേമ ചോറ് കൊടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. അത് നമ്മുടെ ജോലിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പം ചോറിനെല്ലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാനും വല്യമ്മയും കൂടിയിട്ട് കുറച്ച് നേരം ഞങ്ങളുടെ വീഡിയോസൊക്കെ നോക്കി. എനിക്കിവിടെ കമ്പനിക്ക് ആരും ഇല്ല കേട്ടോ. പക്ഷെ വല്യമ്മ തന്നെ ഒരു കമ്പനിയാണ് എനിക്ക്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തുള്ള വീട്ടിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു ബംഗാളി ഫാമിലിയും ഞങ്ങളെ കണ്ടപ്പോൾ വന്നു. പിന്നെ ഞങ്ങൾ അവരായിട്ട് കളിച്ചു കേട്ടോ.
കണ്ടാ ബിസ്ക്കറ്റ് അമ്മയുടെ കൊടുത്താണ് ഏട്ടന്റെ അടുത്ത് ഫോട്ടോ അയ്യോ എന്തെടുക്കാനോട് പോണത് ഇപ്പൊ അല്ല അയ്യോ ആ മടിയിലിരിക്കാം മടിയിൽ അയ്യോ മടിയിൽ അവിടെ നീന്തി കൊട്ടറ അത് നേരത്തെ അപ്പൊ ഈ മോളി കാണുന്നതാണ് കേട്ടോ അവരുടെ വീട്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടായിട്ടോ. ഇവിടെ കുമാർക്ക് നല്ല അടിപൊളി പൂന്തോട്ടമൊക്കെ ഉണ്ട്. ഞാൻ പൂന്തോട്ടം വീഡിയോ എടുക്കാച്ചിട്ട് ഇപ്പോൾ അടുത്ത് വന്നപ്പോൾ ഉണ്ടോ മോളിൽ നിന്ന് ഒരാൾ എത്തിച്ചു നോക്കുന്നു. പിന്നെ ഞാൻ പൂന്തോട്ടം വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ വൈകുന്നേരമായി, വിളക്ക് കൊളുത്തി വല്യമ്മ അങ്ങനെ നാമം ചൊല്ലുകയാണ് കേട്ടോ. പിന്നെ വല്യമ്മല്ല അമ്മ വല്യമ്മ എന്ന് വിളിക്കണ കേട്ടിട്ടാണ് ഞാൻ വല്യമ്മ എന്ന് വിളിക്കണത്. ഞാൻ നാമം ചൊല്ലി പക്ഷെ എടുക്കാൻ മറന്നു കേട്ടോ. ചോറിനാ സമയമായപ്പോൾ ക്യൂവിൽ ആളായിട്ടോ.